ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് കൊലപാതകം. പാടം പടയണിപ്പാറയിൽ വൈഷ്ണവിയും സുഹൃത്തും അയൽക്കാരനുമായ വിഷ്ണുവുമാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവര് തമ്മിൽ നേരത്തെ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടെ പിന്നെ ഒരു കോംപ്രമൈസായി വന്നിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക ഏർപ്പാട്, പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അയൽക്കൂട്ടക്കാരുടെ പൈസയുടെ വിഷയങ്ങൾ വന്നു. ഇവിടെ വരുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. വിട്ടുകൊണ്ട് അവർ രണ്ടുപേരും തന്നെ കിടക്കുന്ന നമ്മൾ വന്ന് കാണുന്നത്. അല്ലാതെ ഇതെന്തുവാ അതിന് മുമ്പേ സംഭവിച്ചെന്നോ ഒന്നും ഇവിടെ ഇന്ന് വഴക്കുണ്ടായാന്നോ അല്ലാതാന്നോ അവിടെ ഇവർ രണ്ടുപേരോട് അവിടെ ചെന്നത്. അപ്പം ഇങ്ങനെ ഇവർ തമ്മിൽ തെക്ക് ഫ്രണ്ടുകൾ നല്ല ഒന്നിച്ച് നടക്കുന്നവർ ഒന്നിച്ച് സഹകരിക്കുന്നവരല്ല. ഇങ്ങനെ സംഭവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളെന്നല്ലോ. എന്ന് വെച്ചാൽ രണ്ടുപേരെ ഇപ്പം വരെ പുള്ളിയുടെ ഫാദർ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള എന്തോ വിഷയങ്ങൾ അവർ തമ്മിൽ ഉണ്ട്, നല്ല വേറെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, അതിദാരുണമായ ഒരു സംഭവമാണ്, ഒരു ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഈ വൈഷ്ണവിയുടെയും വിഷ്ണുവിന്റെയും മൃതദേഹം എപ്പോഴാണ് കൊണ്ടുവരിക? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ബൈജുവാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട ഒരാൾ ഭാര്യ, മറ്റേയാൾ ഏറ്റവും അടുത്ത സുഹൃത്തും അയൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന വിഷ്ണു എന്ന ആളാണ്. പത്തനംതിട്ട നഗരകേന്ദ്രത്തിൽ നിന്ന് ഏറെക്കുറെ 38 കിലോമീറ്റർ അകലെ കൊല്ലം പത്തനംതിട്ട ജില്ലാ അതിർത്തിയിൽപ്പെട്ട പാടം എരുത്താപ്പുഴ എന്ന ഗ്രാമപ്രദേശത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് വിഷ്ണു എന്ന ആൾ, കൊല്ലപ്പെട്ട വിഷ്ണു അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലയളവായി വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഇതിൻ്റെ സിറ്റൗട്ടിൽ വെച്ചാണ് വൈഷ്ണയും അതോടൊപ്പം തന്നെ വിഷ്ണുവും ആക്രമിക്കപ്പെടുന്നത്. സംഭവ സ്ഥലത്ത് തന്നെ വൈഷ്ണ മരണമടയുന്നു. അതേസമയം തന്നെ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ കൂടൽ ഭാഗത്തെത്തിയ വേളയിലാണ് വിഷ്ണു മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഏറ്റവും അടുത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ട വിഷ്ണുവും കൊലപാതകയായിട്ടുള്ള ബൈജുവും ഇന്നലെയും ഒന്നിച്ച് ഇരുചക്ര വാഹനത്തിൽ ജോലിക്ക് പോവുകയും മടങ്ങിയെത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യത്തിൽ ഇത് ഒരു തീർത്തും അവിശ്വസനീയമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ അടുത്ത സുഹൃത്തുക്കൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ, ഒന്നിച്ച് പണിക്ക് പോകുന്നവർ, ഒന്നിച്ച് ഒരു ബൈക്കിൽ തന്നെ യാത്ര ചെയ്യുന്നവർ, ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ പോകുന്നവരല്ലായിരുന്നു. അത്രയും അവരെ വീട്ടിൽ വരുമ്പോൾ ഇവർ എപ്പോഴും ഒന്നിച്ച് കാണുന്നവരാണ്. ബൈജു ആയാലും വിഷ്ണു ആയാലും എല്ലാവരും. കൊലപാതക വിവരം ബൈജു തന്നെ വിളിച്ച് ബന്ധുക്കളെയും പോലീസിനെ അറിയിച്ചു അല്ലേ? എന്നിട്ട് തയ്യാറായി നിന്നു കേട്ടത്. ഇന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞാൽ പുള്ളിയുടെ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്, പുള്ളി കൊലപാതകം കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് ഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് പോലീസ് പിടികൊടുക്കാൻ തയ്യാറായി തന്നെ നിൽക്കുമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ അമ്മയും ഇവിടെയാണ് താമസിച്ചു വന്നത്. സംഭവം നടക്കുന്ന സമയത്ത് അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ അക്രമത്തിൻ്റെ ഞെട്ടലിൽ വിളിച്ചു കൂവിക്കൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയ അമ്മ ഈ വിവരം സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് 150 മീറ്റർ മാത്രം അകലെയാണ് വൈഷ്ണയും ഭർത്താവ് ബൈജുവും താമസിച്ചിരുന്ന സ്ഥലം. അവിടെ നിന്നും രാത്രി ബൈജു ഭാര്യയ്ക്ക് രഹസ്യ ഫോണുണ്ട് എന്നറിയുന്നു. തുടർന്ന് അതിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ വിഷ്ണുവും വൈഷ്ണയും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. തുടർന്ന് ഇവിടെ എത്തി ചോദിക്കാൻ വേണ്ടി വരികയും തുടർന്ന് ആദ്യം വൈഷ്ണയെയും പിന്നീട് വിഷ്ണുവിനെ വിളിച്ചിറക്കി അയാളെയും വെട്ടി കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ബൈജുവിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും. അതേസമയം കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും മൃതശരീരങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ ഇൻക്വസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതശരീരങ്ങൾ വിട്ടു നൽകും. കൊല്ലപ്പെട്ട വൈഷ്ണയ്ക്ക് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 5 വയസ്സ് പ്രായമുള്ള ഒരു മകനുമാണുള്ളത്. ശരി അഭിലാൽ, എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കലഞ്ഞൂർ പാടത്ത് സംഭവിച്ചത്. ഇരട്ട കൊലപാതകം ബൈജു എന്ന ആളാണ് നടത്തിയത്. ഭാര്യയും സുഹൃത്തുമായി അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.